നമസ്കാരം. ഒടുക്കം ഇന്ത്യ വിട്ടുപോകാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പാക് പൗരന്മാർക്കുള്ള സമയപരിധി അവസാനിച്ചു. ഇന്ത്യ വിടാത്ത പാക് പൗരന്മാർക്ക് കാത്തിരിക്കുന്നത് കനത്ത ശിക്ഷയും തടവുമാണ്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിട്ടും ഇന്ത്യയിൽ തുടരുന്ന പാകിസ്ഥാൻ സ്വദേശികളെ കാത്തിരിക്കുന്നത് കനത്ത നടപടി. രാജ്യത്ത് തുടരുന്നവർ 3 വർഷം തടവോ 3 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി അനുഭവിക്കേണ്ടി വരും. നിലവിൽ 9 നയതന്ത്ര ഉദ്യോഗസ്ഥരടക്കം 537 പാകിസ്ഥാനികൾ അഠാരി വാഗ അതിർത്തി വഴി ഇന്ത്യ വിട്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇനിയും നിരവധി പാക് സ്വദേശികൾ കേരളമടക്കമുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നുണ്ട്. ഇവർക്ക് ഏത് തരത്തിലായിരിക്കും നിയമ നടപടികൾ അഭിമുഖീകരിക്കേണ്ടി വരിക എന്ന് അറിയേണ്ടതുണ്ട്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാർ എത്രയും പെട്ടെന്ന് രാജ്യം വിടണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് വന്നത്. നിശ്ചിത സമയപരിധി ഉണ്ടായിരുന്നു, അത് ഇന്ന് അവസാനിച്ചു. രാജ്യം വിടാത്ത പാകിസ്ഥാൻ പൗരന്മാർ അറസ്റ്റ്, പ്രോസിക്യൂഷൻ, 3 വർഷം വരെ തടവ് അല്ലെങ്കിൽ 3 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി അനുഭവിക്കേണ്ടുന്ന ശിക്ഷ നേരിടേണ്ടി വന്നേക്കാം. ഇതിനിടെ ചിലരുടെ മടക്കം ദേശീയ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് വലിയ നൊമ്പര വാർത്തയായിരിക്കുകയാണ്. ചില കുടുംബങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂടാതെ പാകിസ്ഥാനിലേക്ക് മടങ്ങേണ്ടി വന്നത് നിരവധി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് ഇത്തരത്തിലൊരു വലിയ നൊമ്പരമുള്ളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പഞ്ചാബിലെ ഇന്ത്യ പാക് അതിർത്തിയിൽ 11കാരി സൈനബും 8 വയസ്സുകാരൻ സിനീഷും മടങ്ങുന്നത് മാതാവില്ലാതെയാണ്. ഡൽഹിയിലുള്ള മുത്തശ്ശിയെ കാണാൻ മാതാവിനൊപ്പമാണ് പാക് പൗരത്വമുള്ള സൈനബും സിനീഷും ഇന്ത്യയിലെത്തിയത്. മാതാവിന്റെ പക്കൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾക്കുള്ളിലെല്ലാം മാറിമറിയുകയായിരുന്നു. പഹൽഗാമിൽ ഭീകരർ ആക്രമണം നടത്തിയതിന് പിന്നാലെ രാജ്യം ശക്തമായ നടപടികളിലേക്ക് കടന്നു. പാക് പൗരത്വമുള്ളവർ രാജ്യം വിട്ടുപോകണമെന്ന ഉത്തരവും വന്നു. ഇതിനെ തുടർന്നാണ് ഇരു കുട്ടികൾക്കും ഇന്ത്യ വിടേണ്ടി വന്നത്. അതേസമയം ഇന്ത്യൻ പൗരത്വമുള്ള മാതാവിന് ഇവരോടൊപ്പമുള്ള യാത്രയ്ക്ക് അനുമതിയില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അമ്മയെ ഉപേക്ഷിച്ച് പോകുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഹൃദയം തകർന്ന പോലെയാണെന്നും സൈനബ് പറയുന്നു. പഹൽഗാമിൽ ആക്രമണം അഴിച്ചുവിട്ട ഭീകരവാദികളെ കഠിന ശിക്ഷകൾക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞ 11കാരി തങ്ങളെപ്പോലുള്ള നിരപരാധികളെ ബുദ്ധിമുട്ടിക്കരുതെന്ന സന്ദേശവും നൽകി. സമാന രീതിയിൽ മറ്റ് 2 കുടുംബങ്ങളും പ്രതിസന്ധിയിൽ അകപ്പെട്ടതായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ മാസം ഇന്ത്യയിലെത്തിയ മുഹമ്മദ് ഇർഫാനും കുടുംബവുമാണ് പ്രതിസന്ധി നേരിടുന്ന മറ്റൊരു കുടുംബം. ഇർഫാന്റെ ഭാര്യ ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ളയാളാണ്. എന്നാൽ മകനും ഇർഫാനും പാക് പൗരന്മാരാണ്. ഇർഫാനും മടങ്ങുന്നത് ഭാര്യ നബീലയെ കൂടെ കൂട്ടാതെയാണ്. ഭീകരവാദികൾ തങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ചെന്നും ശക്തമായ നടപടി വേണമെന്നും ഇർഫാൻ പറഞ്ഞു. ഭാര്യയും മകളുമായി എത്തിയ ഇമ്രാൻ എന്നയാളും സമാന പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലേക്ക് മടങ്ങണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഇതിനോടകം അഠാരി വാഗ അതിർത്തിയിലൂടെ മടങ്ങിയത് 100 കണക്കിന് പാകിസ്ഥാനികളാണ്. അതിവൈകാരിക രംഗങ്ങൾക്കാണ് അതിർത്തി സാക്ഷ്യം വഹിച്ചത്. അഠാരി വാഗ അതിർത്തി വഴി വെള്ളിയാഴ്ച മുതൽ 3 ദിവസത്തിനകം ഇന്ത്യ വിട്ടത് 500-ലധികം പാകിസ്ഥാനികൾ. ഹ്രസ്വകാല വിസയിലെത്തിയ പാകിസ്ഥാനികൾക്ക് ഇന്ത്യ വിടാനുള്ള സമയപരിധി ഞായറാഴ്ച അവസാനിക്കാനിരിക്കെയാണ് ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തുവന്നത്. 3 ദിവസത്തിനിടെ 745 ഇന്ത്യക്കാരും പാകിസ്ഥാനിൽ നിന്നും മടങ്ങിയെത്തി. 14 നയതന്ത്ര ഉദ്യോഗസ്ഥരടക്കമുള്ള ഇന്ത്യക്കാരാണ് അഠാരി വാഗ അതിർത്തി വഴി തിരിച്ചെത്തിയത്.